Hi everyone, welcome back to a new lesson. This is Binu and you are watching me on BMC English. Today I am going to introduce you how to make negative sentences in present perfect. അതിനു മുമ്പ് നാം ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പൊതുവായ ഒരു ധാരണയുണ്ടാവണം. പൊതുവായ ഒരു ധാരണയുണ്ടാകുമ്പോൾ വിശദമായിട്ടുള്ള പഠനം വളരെ അനായാസമാകും, വളരെ ഈസിയാവും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നാം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്നത് പഠിക്കാതിരിക്കുന്നതിന് സമാനമാണ്. പൊതിക്കാത്ത നാളികേരം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നാളികേരം പൊതിക്കുമ്പോഴാണ് അത് പ്രയോജനപ്പെടുന്നത് എന്നതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനമായിട്ട് മാറുന്നത്. ഏതായാലും ഇന്നത്തെ ഈ പാഠഭാഗത്ത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ എങ്ങനെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാം എന്ന് പഠിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പ്രസന്റ് പെർഫെക്റ്റിൽ പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കിയത് ഓർക്കുമല്ലോ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്തത് എന്താണ്? ഹാവ് അല്ലെങ്കിൽ ഹാസ് ആയിരുന്നു. ഇന്നത്തെ ഈ പാഠഭാഗത്ത് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നത് എന്താണ്? ഹാവിൻ്റെ, ഹാസിൻ്റെ എന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ രൂപമാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തുപയോഗിക്കേണ്ടി വരും? ഹാവിൻ്റെ അല്ലെങ്കിൽ ഹാസിൻ്റെ എന്ന ഓക്സിലറി ഫോം ഉപയോഗിക്കണം, നെഗറ്റീവ് ഫോം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. V1 അതായത് ബേസ് ഫോം, V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്, V3 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഇവ എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടൺ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന ഒരു ധ്വനിയിലാണ് വരുന്നത്. എഴുതിയിട്ടില്ല എന്ന് വരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ഉപയോഗിക്കണം? ഒന്നുകിൽ നമ്മൾ ഹാവിൻ്റെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഹാസിൻ്റെ ഉപയോഗിക്കണം. സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി, സ്ലെപ്റ്റ് ഉറങ്ങിയിട്ടുണ്ട് എന്നും വരും, ഉറങ്ങിയിട്ടില്ല എന്നും വരും. ഉറങ്ങിയിട്ടില്ല എന്ന് വരണമെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, ഹാവിൻ്റെ ഹാസിൻ്റെ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ഇങ്ങനെ കം വരിക, കെയിം വന്നു, കം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ല. സിംഗ് പാടുക, സാങ് പാടി, സങ് പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ പാടിയിട്ടില്ല. ദെൻ റീഡ് വായിക്കുക, റെഡ് വായിച്ചു, റെഡ് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്ന ഒരു രീതിയിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പ്രസൻറ്റിൽ നമ്മൾ റീഡ് എന്ന് വായിക്കുന്നു. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ ആയിട്ട് മൂന്നാമത്തെ രൂപം ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഏതെല്ലാം സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഹാവിൻ്റെ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം സബ്ജക്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഹാസിൻ്റെ ഉപയോഗിക്കുന്നത് കൂടെ മനസ്സിലാക്കാം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഐ, യു, ദേ, വി ഷുഡ് യൂസ് ഹാവിൻ്റെ പ്ലസ് V3. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഹി, ഷീ, ഇറ്റ്, രവി ഏതെങ്കിലും പേരൊക്കെ വരികയാണെങ്കിൽ ഹാസിൻ്റെ പ്ലസ് V3 ഉപയോഗിക്കുക. ഒന്നുകൂടെ, ഐ ഹാവിൻ്റെ, യു ഹാവിൻ്റെ, ദേ ഹാവിൻ്റെ, വി ഹാവിൻ്റെ, ഹി ഹാസിൻ്റെ, ഷീ ഹാസിൻ്റെ, ഇറ്റ് ഹാസിൻ്റെ, രവി ഹാസിൻ്റെ. മനസ്സിലായല്ലോ? നമുക്ക് കുറച്ച് സെൻറ്റൻസുകളൊന്നും ഉണ്ടാക്കി നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് വേർബിൻ്റെ മൂന്നാമത്തെ രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലതങ്ങ് ഉറച്ചു നിൽക്കും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് തുടർന്നു കൊണ്ടേയിരിക്കുക. അപ്പോൾ ലെറ്റ് മീ റൈറ്റ് ഹിയർ വൺ എക്സാമ്പിൾ. ഐ ഹാവൻറ്റ് ഗോൺ ടു ദി ബാങ്ക്. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. ഐ ഹാവൻറ്റ് ഗോൺ ടു ദി ബാങ്ക്. ഇവിടെ ഐ എന്ന് പറയുന്നത് സിംഗുലറാണ് അല്ലേ? സിംഗുലറാണ്, ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഹാവൻറ്റ് ഉപയോഗിച്ചു? ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലൂരൽ ഫോമായിട്ടുള്ള ഓക്സിലറി ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കുക. ദ നെക്സ്റ്റ് വൺ, യു ഹാവൻറ്റ് കംപ്ലീറ്റഡ് ദ വർക്ക്. നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ദേ haven't won the match. നോക്കൂ, they haven't won the match.
അവർ മാച്ച് ജയിച്ചിട്ടില്ല. അതായത് വിൻ എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം അല്ലേ? ഇവിടെ കംപ്ലീറ്റ് എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം, ഇവിടെ ഗോ എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം. ദ നെക്സ്റ്റ് വൺ, വി haven't seen that film. ആ ഫിലിം ഞങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, verb 3. ദെൻ നെക്സ്റ്റ് വൺ, ഹി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാവിൻ്റെ ആണോ ഉപയോഗിക്കേണ്ടത്, ഹാസിൻ്റെ ആണോ? പറഞ്ഞേ. തീർച്ചയായിട്ടും ഹാസിൻറ്റ്. ഹി ഹാസിൻറ്റ് ഡൺ ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഡു, ഡിഡ്, ഡൺ, V3 അല്ലേ? ദ നെക്സ്റ്റ് വൺ, ഷീ ഹാസിൻറ്റ് attended the meeting. അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് എന്താണ്? ഒരു കാര്യം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമ്മൾ പരിചയപ്പെടുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ദ നെക്സ്റ്റ് വൺ, ലെറ്റ് മീ റൈറ്റ് ഹിയർ, ഇറ്റ്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഇറ്റ്, നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഹാവ് ആണോ ഹാസ് ആണോ? ഒന്ന് പറഞ്ഞേ. ഇറ്റ് ആണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും ഇറ്റ് വരുമ്പോൾ നമ്മൾ ഹാസിൻ്റെ ആണ് ഉപയോഗിക്കുക അല്ലേ? ഇറ്റ് ഹാസിൻറ്റ് റെയിൻഡ് ഹിയർ. ഇവിടെ മഴ, ഇറ്റ് ഹാസിൻറ്റ് റെയിൻഡ് ഹിയർ, മഴ പെയ്തിട്ടില്ല അല്ലേ? ദ നെക്സ്റ്റ് വൺ, ഷീല hasn't bought a new car. ഷീല പുതിയൊരു കാറ് വാങ്ങിയിട്ടില്ല. ദ നെക്സ്റ്റ് വൺ, പ്രിയ hasn't read. റീഡ് എന്നല്ല ഇവിടെ വായിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? റെഡ് എന്ന് വായിക്കണം. പ്രിയ hasn't read that novel. പ്രിയ ആ നോവൽ വായിച്ചിട്ടില്ല. ദ നെക്സ്റ്റ് വൺ, my mother hasn't cooked food. Okay, verb 3. Then a few more example. Let me write here, they haven't slept. അവർ ഉറങ്ങിയിട്ടില്ല. Okay, then Manoj hasn't gone to the school. നോക്കൂ, മനോജ് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് നാം പ്രസൻറ്റ് പെർഫെക്റ്റിൽ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടെ, ഐ ഹാവിൻറ്റ്, യു ഹാവിൻറ്റ്, ദേ ഹാവിൻറ്റ്, വി ഹാവിൻറ്റ്, ഹി ഹാസിൻറ്റ്, ഷീ ഹാസിൻറ്റ്, ഇറ്റ് ഹാസിൻറ്റ് പ്ലസ് വേർബ് 3. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this class, please give me a thumbs up, and if you haven't subscribed, do it right now. I'll be back soon with another episode. Till then, bye.